ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇത് കലപ്പേന്ത്യ കർഷകനല്ല ഗൈസ്. ഇതെന്താണ്? നമ്മൾ മണ്ണിര പിടിക്കാൻ പോകുന്നു. എന്തിനാണ് മണ്ണിര പിടിക്കാൻ പോകുന്നത്? നമ്മൾ ചൂണ്ടയിടാൻ പോകുന്നു. അപ്പൊ ചൂണ്ടയിടാൻ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പോയി മണ്ണിര പിടിക്കണം. അപ്പൊ നമുക്ക് മണ്ണിര പിടിക്കാം. അപ്പൊ കലപ്പേന്ത്യ കർഷകൻ ഇവിടെ മണ്ണിര പിടിക്കാനായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുഴി തോണ്ടി നോക്കുകയാണ് മണ്ണിര ഉണ്ടോന്ന്. അതെ ഗൈസ്, ഇവിടെ ഒരു പാവ മണ്ണിര പിടിച്ച് ഇട്ടിട്ടുണ്ട്. ഈ മണ്ണിര തന്നെ 3-4 മുറിച്ചാ പോരെ? ഇപ്പൊ 3-4 മണ്ണിരയാവില്ലേ? അങ്ങനല്ലേ? ഓക്കെ. അപ്പൊ ഒരു മണ്ണിര നമ്മളിവിടെ പിടിച്ച് വെച്ചിട്ടുണ്ട്. അതിനുള്ള ഡപ്പ എടുത്തിട്ടുണ്ട്. ഓക്കെ, അനദർ മണ്ണിര സെറ്റ്. ഓക്കെ, ഇതൊക്കെ ആയിട്ട് പോയിട്ട് മീൻ കിട്ടിയാൽ മതിയായിരുന്നു. അല്ലാതെ നമുക്ക് മണ്ണിരയ്ക്ക് വെള്ളം കാണിച്ചു കൊടുക്കാം. മണ്ണിരെ കൊല്ലുന്ന പിന്നെ കിട്ടിയ മണ്ണിര നമ്മുടെ മണ്ണിലൊക്കെ ഇത്ര മണ്ണിര ഉണ്ടല്ലേ. അപ്പൊ ഇവിടെ മണ്ണിര പിടുത്തം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. മതിയോ? അത്ര മതിയോ? മണ്ണിര പിടിച്ച് ഡപ്പയ്ക്കകത്ത് നോക്കി. ഓ മൈ ഗോഡ്, പാമ്പ് മണ്ണിനടി വരുമോ? ഐ സി. ഇതെന്താ ഈ നനഞ്ഞ മണ്ണി മാത്രം മണ്ണിര കാണുന്നത്? നനഞ്ഞ മണ്ണിലല്ല, നനഞ്ഞ മണ്ണിലും കാണാൻ നിർബന്ധമൊന്നുമില്ല. ഇതിനകത്ത് ഇത്ര മണ്ണിര നമുക്ക് മനസ്സിലാക്കാം. എന്ത് മനസ്സിലാക്കാം? ഈ മണ്ണ് ഭയങ്കര ശുദ്ധമാണ്, ഭയങ്കര വളക്കൂറുള്ളതാണ്, വിഷാംശം ഒന്നും ഇല്ലാന്ന്. അതുകൊണ്ടാണ് ഇത്ര മണ്ണിര ഇവിടെ കാണുന്നത്. വെരി ഗുഡ്, താങ്ക്സ് ഫോർ ദ ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ മണ്ണിരയൊക്കെ പിടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് ഗോതമ്പ് മാവും കൂടെ കുഴച്ചെടുക്കണം. അത് എടുത്തിട്ട് നമ്മൾ നേരെ ചൂണ്ടയിടാൻ പോകുകയാണ് ഗായ്സ്. എന്നിട്ട് ചൂണ്ടക്കുളത്ത് വാങ്ങിക്കണം അല്ലേ? ചൂണ്ടക്കുളത്ത് മേടിക്കണം. അപ്പോൾ കമ്പ് പിടിക്കാം, കമ്പ് പിടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ അതൊക്കെ കാണാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ചൂണ്ടയിടാനുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി എവിടെ വെള്ളമുണ്ട്, എവിടെ മീനുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ചൂണ്ടയിടാൻ. അവിടെ കുറേ പേർ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. ഇതിനകത്തുനിന്ന്, ഈ കാട്ടിനകത്തുനിന്ന് നമ്മളിതാ ചൂണ്ടയ്ക്കുള്ള കമ്പൊക്കെ ഒടിച്ചെടുത്തിട്ടുണ്ട്. വെട്ടുകത്തിയൊക്കെ വീട്ടിൽ നിർത്തിട്ടാണ് വന്നത്. അതെല്ലാം ചെത്തിമിനിക്ക് സെറ്റാക്കിയിട്ടുണ്ട്. ചൂണ്ടയ്ക്കുള്ള സാധനം വാങ്ങിച്ച് ഇനിയിപ്പോൾ നേരെ പോയി സ്ഥലം കണ്ടുപിടിച്ച് നോക്കി ചൂണ്ടയിടാം. ഓർക്കാതെ കറക്കി കൊണ്ട പക്ഷെ എല്ലാം ഉപ്പമീന. ഇതിനൊക്കെ ഞാൻ കൊണ്ടായി ചുട്ട് തിന്നുന്നത്. അങ്ങോട്ട് പോയി നോക്കാം. ചെരുപ്പ് ഊരണം. ചെരുപ്പല്ലാവും, നല്ല ചെരുപ്പാണ്. മറ്റേ ചെരുപ്പിട്ടുണ്ട് വന്നാൽ മതിയായിരുന്നു. നീ നല്ല കേട്ടോ അല്ലേ? നല്ലതാ, രണ്ടുപേരും കേട്ടോ അല്ലേ? കൊയ്യിനകത്ത് വീഴല്ലേ? ചെലിക്കാത്ത പൊക്കിയെടുത്തോണ്ട് വരേണ്ടി വരല്ലേ? ഇത് മറ്റേ മണ്ണിൽ ചവിട്ടിയ കർഷകൻ കളക്കാറങ്ങിയാണ്. അതെ, ഗ്രാമീണ ഭംഗി. അതെ, ഗ്രാമീണ ഭംഗി. തോട്ടക്കാട്ട് പറയുന്ന അതിസുന്ദരമായ ഗ്രാമം. ഈ തോട്ടക്കാട്ടുകാരല്ല, ഇത് ഞങ്ങളുടെ കുന്നന്താനം എന്ന അതിസുന്ദരമായ. പിന്നെ വാർക്കാക്കളവ് കുന്നന്താനത്തിനകത്ത് പെടും. എന്റെ കാലിനി ഒന്നിനും കൊള്ളത്തില്ല. അവിടാണ് ചെല്ലെത്തേണ്ടത് ഗൈസ്. അങ്ങനെ
അവിടെ ചെന്നിട്ട് കാണാം. പകുതി വരെ നടന്നപ്പോഴാണ് ഗൈസ് നമുക്ക് അങ്ങോട്ട് നീങ്ങാൻ പറ്റില്ല. സത്യം ഞങ്ങൾക്ക് മനസ്സിലായത്. അവിടെ ഫുള്ള് ചെയറായിരുന്നു. അതുകൊണ്ട് നമ്മൾ തിരിച്ചു വന്നത് ആ കാല് കഴുകി കയറിയിട്ട് നമ്മൾ വേറെ വഴിക്ക് ഇവിടെ പോവുകയാണ് അങ്ങോട്ട്. ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഇത് രസമാണ് ആക്ച്വലി കരയുന്നതായിട്ട്. എത്തിയില്ലേ? ആദ്യമായിട്ട് ചൂണ്ടിടാൻ പോകുന്നത് ഗൈസ്. ദാ നമ്മൾ ഇതിനകത്ത് ഇടാൻ പോവുകയാണ്. ദാ ചൂണ്ടയിൽ നമ്മുടെ സാധനമൊക്കെ കുറച്ച് വെള്ളം കുടിപ്പിക്കും. അത് ആക്ച്വലി ഇങ്ങനെ ഉരുട്ടി വെച്ച് കയറ്റി വെക്കാൻ പാകത്തിന് വേണമായിരുന്നു. കുഴപ്പമില്ല, മീൻ കുത്തുമായിരിക്കും വിചാരിക്കും. ഞാനിടാം. അതുപോലെ മീനിന് പിടിക്കാൻ പറ്റിയാ പോരെ. മീൻ കൊളുത്ത് കാണല്ലേ, കണ്ടു കഴിഞ്ഞാൽ കൊത്തൂല. മീൻ അത്രയ്ക്ക് ബുദ്ധിയൊക്കെ ഉണ്ടോ? ഓ ഈസി. ഒറ്റേറി അതെവിടെ അടിയ മീനൊന്നും കൊത്തുന്നില്ലല്ലോ അത് കണ്ടിട്ട്. മീനെ കൊടുക്കാത്ത ബുദ്ധിയാട്ടോ. തീറ്റ കൊടുക്കാമെന്നോ? അത് ഊരിപ്പോയടാ. ഏത്? അത് കൊണ്ടുപോകേണ്ടവർ കൊണ്ടുപോയി. അത് ആവശ്യക്കാർ കൊണ്ടുപോയി. മേടിച്ച് പുല്ലുടക്കിയാ പോകും. കിട്ടിയാ? ആ പുല്ലുടക്കിയ സാധനം മറ്റേ സാധനം അങ്ങനെ പൊട്ടിപ്പോകും കേട്ടോ. കേൾക്കുന്നില്ലല്ലോ. എത്തുന്നില്ല. അതാ പറഞ്ഞേ. കൊച്ചുണ്ടോ? ആക്കടി ഞാൻ എന്ത് പറയാ. കൊത്തുന്നുണ്ട്. എങ്ങനെയുണ്ട് ചൂണ്ടയിലുള്ള മോഹം? ഗംഭീരമായിരിക്കുന്നു. ചൂണ്ടയിട്ടോണ്ടിരിക്കുവാണ്. ഇട്ടോ നല്ല സൂപ്പർ മഴയാണ്. അതിങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ്. മഴയത്ത് നിന്ന് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്.
മഴ 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 നടത്തോണ്ട്. മഴ 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 മഴ. കോട്ടിട്ട് മഴയും വെയിലും കൂടാണ്. ഒരു പ്രത്യേക ജീവിതമാണല്ലേ. വില നടക്കുവോ? അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. വീട്ടിൽ പോ സാർ. നെക്സ്റ്റ് ടൈം നമുക്ക് അടുത്ത സാധനം മേടിക്കാം. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഗംഭീരം. മീനും കിട്ടിയില്ല, ഒരു തേങ്ങ കിട്ടിയില്ല, തീയൊന്നുമില്ല.